എല്ലാവർക്കും റസിയാസ് റസോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെയ്തത് രണ്ട് റെസിപ്പിയും രണ്ട് പോളകളായിരുന്നു. ഒന്ന് ക്യാരറ്റ് പോളയും ഒന്ന് പൈനാപ്പിൾ പോളയും. നല്ല ടേസ്റ്റും മധുരമുള്ള നല്ലൊരു പലഹാരമാണ് രണ്ടും. ഒന്ന് ക്യാരറ്റ് പോളക്ക് സുന്ദരി പോള എന്നും പൈനാപ്പിൾ പോളക്ക് മൊഞ്ചത്തി പോള എന്നും ഞാൻ പേരിട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മറ്റൊരു പോളയാണ്. തേങ്ങ കൊണ്ടുള്ളൊരു പോള, കോക്കനട്ട് പോള. ഇത് നല്ലൊരു ടേസ്റ്റും മധുരവും ഉള്ളൊരു പോള തന്നെയാണ്. എല്ലാം ഒരേ മെത്തേഡാണെങ്കിലും ഡിഫറെൻറ്റ് ഫ്ലേവറും മിക്സിങ്ങിനും ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചേരുവകളെല്ലാം ഞാൻ മിക്സ് ചെയ്യാൻ പോവുകയാണ്. 1.5 കപ്പ് തേങ്ങാപ്പാൽ വേണം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ട് ആദ്യമായിട്ട് തേങ്ങാപ്പാൽ ചേർക്കണം. പിന്നെ അതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കണം. 1/2 കപ്പ് ഫ്രഷ് ക്രീം, അമൂല്യയുടെ ഫ്രഷ് ക്രീമാണിത്. അത് 1/2 കപ്പ് ചേർക്കണം. 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർക്കുന്നു. പിന്നെ അതിലേക്ക് 2-2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കണം. ഞാൻ അളന്ന് വെച്ചതാണ്. 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മൈദ. പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മതി. ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മതിയാവും. ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് 7 മുട്ട എടുത്തിട്ടുണ്ട്. 7 മുട്ട അതിൽ ചേർക്കാം. 6 മുട്ടയായാലും മതി. ചെറിയ മുട്ടയായതുകൊണ്ട് ഞാൻ 7 മുട്ട എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത്, പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചതാണ് ഞാൻ. 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മധുരം കുറവാണ്, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർക്കുന്നു. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തത് കൊണ്ട് മധുരം ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ആവശ്യമായ മധുരം അതിൽ ചേർക്കാം, പഞ്ചസാര ചേർക്കാം. എന്നിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഞാനിപ്പോൾ. മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ക്യാരറ്റ് പോളയും പൈനാപ്പിൾ പോളയും ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് പുരട്ടണം. അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഈ കൂട്ടൊഴിക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെക്കണം. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു പഴയ മൂടി ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് വെന്ത് കിട്ടും. നമുക്ക് 20 മിനിറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് വേവുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം, തേങ്ങ ചിരവിയത്. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുക, 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. അതിലേക്ക് നമ്മൾ ചിരവിയ തേങ്ങ അതൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി ചെറുതായി നുറുക്കിയെടുത്താൽ നല്ലതാണ്. അങ്ങനെ നുറുക്കിയെടുത്തതാണിത്. ഇതിലേക്ക് 1-1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം മധുരത്തിന് വേണ്ടിയിട്ട്. ഇത് നന്നായി ഇളക്കി അതിലേക്ക് അണ്ടിപ്പരിപ്പ് നുറുക്കിയത്, കാഷ്യൂ നുറുക്കിയത് ചേർക്കണം. ഒരു പകുതി ചുവന്ന് വരുമ്പോൾ ചേർക്കണം അണ്ടിപ്പരിപ്പ്. എന്നിട്ട് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് നല്ല ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരണം. അപ്പോൾ പഞ്ചസാരയും തേങ്ങയും ചിരവിയ തേങ്ങയും കാഷ്യൂവും കൂടി ചേർത്ത് നല്ല ചുവക്കെ വറുത്തെടുക്കണം. ഇത് നമുക്ക് ഈ പോളയുടെ മുകളിൽ ഗാർണിഷ് ചെയ്യാനാണ്. നല്ല ടേസ്റ്റുമാണ്. ഏകദേശം 20-25 മിനിറ്റ് ആയി കഴിഞ്ഞു. നമുക്കിത് ആയൊന്ന് നോക്കണം. ആയിട്ടുണ്ട്. കറക്റ്റായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. പെട്ടെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലിറക്കി വെച്ച് ചൂടാറിക്കഴിഞ്ഞാൽ മറ്റൊരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആവശ്യമില്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ചൂടാറിക്കഴിഞ്ഞ ശേഷം
മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞ ശേഷം ഗാർണിഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിൽ വെച്ച് നട്ട്സും കൂട്ടി വറുത്ത് വെച്ച ഇതിൻ്റെ മുകളിൽ ചേർത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓമനപ്പുള്ള റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം. കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.